പ്രമുഖരുടെ മകളായ നിമിഷപ്രിയ 2017 ഓഗസ്റ്റിൽ യമൻ സൗദി അറേബ്യ അതിർത്തിയിൽ നിന്നും അറസ്റ്റിലായത് മുതൽ വേദന തിന്നുന്ന പ്രേമകുമാരി എന്ന അമ്മ സ്വന്തം മോളെ സംരക്ഷിക്കാനുള്ള അവസാന ഘട്ട ശ്രമത്തിലെത്തുമ്പോൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇറാൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുക്കം നമുക്ക് മനസ്സിലാവുന്നത്. ഇറാൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആശ്വാസവഹമായി ഏറ്റവും ഒടുക്കം പുറത്തുവരുന്ന വിവരവും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നിമിഷപ്രിയയുടെ മോചനത്തിനായി നീക്കം നടത്തുന്നത്. ഈ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികൾ ഇറാൻ പ്രതിനിധികളിലൂടെ തെളിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇനി ദിവസങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ച സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ പുതിയ നീക്കവും വരുന്നത്. മരിച്ച തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഇറാൻ നേരത്തെ ഇടനിലക്കാരാകാമെന്ന് ഇന്ത്യയോട് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇറാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത്. എന്നാൽ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതുവരെ. അതിനിടെയാണ് ഈ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ സനയിലാണ് 37-കാരിയായ നിമിഷപ്രിയ നിലവിൽ തടവിലുള്ളത്. ചർച്ചയ്ക്ക് ഇറാന് ഹൂത്തി വഴി കുടുംബത്തെ സമീപിക്കാം. ബ്ലഡ് മണി നൽകാൻ കുറച്ചു പണം നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒരു ഇടനിലക്കാരൻ കഴിഞ്ഞ ദിവസം സന്നദ്ധത അറിയിച്ചതായും ഔദ്യോഗികമായ ചില വാർത്തകൾ വരുന്നുണ്ട്. ഏതാണ്ട് 30 ലക്ഷം രൂപ നൽകിയാൽ ഇടനിലക്കാരൻ ദൗത്യം ഏറ്റെടുക്കാമെന്ന നിലയിലാണ് നിലവിൽ അവസ്ഥയുള്ളത്. അതേസമയം ഇക്കാര്യത്തിൽ സാവകാശമുള്ള നീക്കങ്ങളെ നടക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇനി അധികം ദിവസങ്ങളില്ല. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്.